കഴിഞ്ഞ ദിവസം ധ്യാൻ ശ്രീനിവാസനെ കുറേ ആൾക്കാർ കൂടിയിട്ട് ബഹുമാനമില്ലാത്തവൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമായിരുന്നു, ഒന്ന് ഹായ് പറയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറേ. അത് പറയാത്ത നിമിഷം എന്താണെന്ന് വെച്ചാൽ സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്നതിൻ്റെ മുന്നിലിരുന്നിട്ട് നെഞ്ചു പൊട്ടുന്ന ഒരു നിമിഷമാണ്. അവിടത്തേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് ധ്യാനിൻ്റെ തോളിൽ തൊട്ട് ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ നോക്കിയിട്ട് ആന്നും പറഞ്ഞു. ആ വീഡിയോ ശ്രദ്ധിച്ച് കാണുമെന്നറിയില്ല. ധ്യാൻ ഇങ്ങനെ ആക്കുന്നുണ്ട്, എന്നിട്ട് അമ്മേനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. ഒരച്ഛൻ മരിച്ചിട്ട് ഒരു മകൻ ഇത്രയധികം, ഒരച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു മകനായാലും മകളായി കഴിഞ്ഞാലും ആ വ്യക്തിയുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിരിക്കുന്നു എന്ന് ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാലും എഴുന്നേക്കുകയും വേണ്ട, ബഹുമാനിക്കുകയും വേണ്ട എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. കാരണം നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മമ്മ മരിച്ചു. എൻ്റെ അമ്മമ്മയുടെ അടുത്ത് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ഞാനും എൻ്റെ അമ്മമ്മയും തമ്മിലുള്ള നല്ല നല്ല നിമിഷങ്ങളിൽ നിന്ന് കയറി വരികയാണ്. അതായിരിക്കും അന്നേരത്തെ സിറ്റുവേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവരച്ഛനും അമ്മയും അവർക്ക് ഈ ധ്യാനിനും വിനീതിനും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരച്ഛൻ എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണെന്നുള്ളത് അവരുടെ ഓരോ ഇൻ്റർവ്യൂ കണ്ടാലേ അറിയാം. അച്ഛനെ പറയാത്തതോ അച്ഛൻ്റെ കാര്യം പറയാത്തൊരു ഇൻ്റർവ്യൂ പോലും ഇല്ല. അത്രയധികം അവരെന്നല്ല, ഈ ലോകത്തെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അച്ഛനും അമ്മ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ നിധികൾ തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അറിയാം. ചിലപ്പോൾ അകന്ന് നിൽക്കുന്നവരായി കഴിഞ്ഞാലും അവർക്കൊരു പോറലേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ മകൻ്റെ ആയാലും മകളുടെ ആയാലും എത്രത്തോളം അവർ പ്രതികരിക്കുന്നുള്ളത്. ആ സ്ഥലത്ത് വന്നിട്ടാണ് ഇങ്ങനെയുള്ള കമൻ്റൊക്കെ ഇടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം ചോറ് തിന്നുന്ന വിവരം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വർത്താനം പറയൂ. മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ എഴുന്നേക്കണം, ശരിയാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. പക്ഷെ അതിനൊക്കെ ഒരു സിറ്റുവേഷൻ ഇല്ലേ? ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടില്ലേ ചിലപ്പോൾ ധ്യാൻ അത് മുഖ്യമന്ത്രി ആണെന്ന് പോലും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം അത്രത്തോളം ഉള്ളിൽ വിങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് ആര് വരുന്നു ആരാക്കുന്നു ഒന്നും അവർ കണ്ടിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് ഒരു കല്യാണമാണെങ്കിൽ ഓക്കെ, കല്യാണം എല്ലാവരും സന്തോഷിച്ച് നിൽക്കുന്നു. വന്നു ഷെയ്ക്കാൻ്റെ കൊടുത്ത് വന്ന് നിന്ന് ഫോട്ടോ എടുക്കുക, ഇതെല്ലാം അവിടെ നടന്നത്. അത്രക്കെങ്കിലും ചിന്തിക്കാനുള്ള സാമാന്യ വിവരം മനുഷ്യനായാൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.